ഹായ് എവരി വൺ, ഇറ്റ്സ് മീ വേനി. ഞാനിന്ന് 5 മണിക്ക് നീറ്റു എൻ്റെ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി. പിന്നെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് പോവും. ഇല്ലെങ്കിൽ നമ്മളത് ഇനി എന്ത് പഠിക്കും എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മളെ ടൈം മിക്കവാറും പോകുന്നതാണ്. ഞാൻ ആദ്യം തന്നെ പഠിക്കാൻ എടുത്തുള്ളത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഭരണഘടന എനിക്ക് കുറച്ച് ടഫാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങൾ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ മെയിനായിട്ട് പഠിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ 25 മിനിറ്റ് പഠിച്ച് ഒരു അലാറം വയ്ക്കും. അത് കഴിഞ്ഞിട്ട് 25 മിനിറ്റ് പഠിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കും. അത് ഫോണിലേക്ക് ഉള്ള ബ്രേക്ക് ആവില്ല. ഫോൺ നോക്കാതെ ബാക്കി വേറെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് വാമപ്പോ അങ്ങനെ എന്തെങ്കിലും ചെയ്തതിന് ശേഷം വീണ്ടും 5 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും പഠിക്കാനിരിക്കും ഒരു 25 മിനിറ്റ്. പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ടീച്ചറായിട്ട് പഠിക്കുക. നമ്മളൊരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളത്രയും നന്നായി നമ്മൾ പഠിച്ചതിന് ശേഷം അവർക്ക് പറഞ്ഞു കൊടുക്കുകയുള്ളൂ. അതുപോലെ നമ്മൾ നന്നായി പഠിച്ചിട്ട് ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ നമ്മളൊരു ടീച്ചറാണെന്ന് വിചാരിച്ചിട്ട് ഒരാളെ പഠിപ്പിക്കുന്ന പോലെ പഠിക്കാം. അത് വളരെയധികം എഫക്റ്റീവ് ആവുന്ന ഒരു ട്രിക്കാണ്. അത് നമ്മുടേതായ നമ്മൾ സിമ്പിൾ ലാംഗ്വേജിൽ പഠിക്കുക. ഒരു ടെക്സ്റ്റിൽ എങ്ങനെ എഴുതിച്ചാൽ അതുപോലെ അല്ലാതെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. പറഞ്ഞു കൊടുക്കുന്നതും അതേ രീതിയിൽ തന്നെ. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മൾക്ക് അതൊരു സ്ട്രഗിളായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ഇരിക്കുന്ന അവസ്ഥയിൽ വീണ്ടും പോയിട്ട് നമ്മൾക്ക് എന്താണോ മിസ്റ്റേക്ക് തോന്നിയത് അത് പോയിരുന്ന് ഒന്നും കൂടി വായിക്കാം. അതിനുശേഷം വീണ്ടും ആ പഠിപ്പിക്കുന്ന പോലെ പഠിക്കാം. പിന്നെ എല്ലാവരും ഉറപ്പായിട്ട് നോക്കേണ്ട ഒരു ഭാഗമാണ് SCRT. SCRTനെ ഒഴിച്ചുകൂടാനേ പറ്റില്ല. PSC ഇപ്പോൾ മെയിനായിട്ട് SCRT എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും SCRT ടെക്സ്റ്റ് വായിച്ചെന്ന് ഉറപ്പ് വരുത്തുക. അതിൻ്റെ ചെറിയ ചെറിയ ബുക്കുകളൊക്കെ സുജയ് സാറിൻ്റെ ബുക്കും ഒക്കെ അവൈലബിളാണ്. അതൊക്കെ വായിക്കുകയും ചെയ്യാം. എന്നാൽ SCRT ഒരു തവണയെങ്കിലും വായിച്ചിട്ട് ഇല്ലാത്ത പോയിൻറ്റ്സ് അതിലെഴുതി വയ്ക്കുക. ടെക്സ്റ്റിലോ നോട്ടിലോ എന്തിലെങ്കിലും എഴുതി വയ്ക്കാം. പിന്നെ ഇംഗ്ലീഷൊക്കെ ഈ ഇംഗ്ലീഷ് ലാബ് എന്ന് പറഞ്ഞിട്ടൊരു സാറിൻ്റെ ക്ലാസ് ഉണ്ട്. അടിപൊളിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സാണ് ഞാൻ മെയിനായിട്ട് ഫോളോ ചെയ്യുന്നത്. ഇംഗ്ലീഷിന് നല്ല എക്സാമ്പിൾസൊക്കെ വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി തരും. പിന്നെ ഒരിക്കലും നമ്മൾ പഠിക്കുമ്പോൾ തോനെ നേരം പഠിക്കാതിരിക്കുക. 25-30 മിനിറ്റ് ഇതിൽ അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ നമുക്ക് തന്നെ ബോറടിക്കും. പിന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് എഴുതാൻ ശ്രമിക്കുക. എന്താണോ പഠിച്ചത് അതൊന്ന് എഴുതുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബോറടിക്കാതിരിക്കും. പഠിത്തത്തിനോടുള്ള ആ മടുപ്പൊക്കെ എന്തായാലും ഉണ്ടാവില്ല. പിന്നെ നമുക്കെല്ലാവർക്കും വേണ്ടത് ഡിറ്റർമിനേഷനാണ്, കൺസിസ്റ്റൻസിയുമാണ്. ഉറപ്പായിട്ടും നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു കൺസിസ്റ്റൻസിയും ഡിറ്റർമിനേഷനും ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ആ ഒരു പൊസിഷനിൽ എത്തിയിരിക്കും. സോ വർക്ക് ഹാർഡ്, കീപ് ഗോയിങ്. താങ്ക് യു.